സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മലബാറിലെ ഏറ്റവും പുരാതനമായ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. കോഴിക്കോട് ഭാഗത്താണ്. അപ്പോൾ അവിടെ വൻപിച്ച തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. ജനങ്ങളെല്ലാം ഭയവിഹ്വലരാണ്. പുറത്തു നിന്ന് കാണാനല്ലേ ഒക്കുള്ളൂ. അമിതമായിട്ട് പുക ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പുതുതായിട്ടുണ്ടാക്കിയ സി ബ്ലോക്കിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. കൂടുതലായിട്ട് പുക അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ഉയർന്നു പൊങ്ങുകയാണ്. അവിടെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് ശ്രമിച്ചിട്ട് ഇതുവരെ തീയണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. പുറത്തുനിന്ന് അഗ്നി ശമന സേനയുടെ സുരക്ഷാ സേന വന്നിട്ടുണ്ട്. അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെയധികം രോഗികൾ തിങ്ങി നിറയുന്ന ഒരു ഹോസ്പിറ്റലാണ്. മലബാറിലെ പ്രസിദ്ധമായ ഹോസ്പിറ്റലാണ്, പുരാതനമായ ഹോസ്പിറ്റലാണ്. ഒരുപാട് രോഗികൾ രാവിലെ ഡോക്ടർമാരെ കാണാനും, അത് മാത്രമല്ല ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളും വൃക്കരോഗികളും അല്ലാതെ ഹാർട്ട് സംബന്ധമായ രോഗമുള്ളവരും ഒക്കെ ഒരുപാട് ഉള്ള ഒരു ഹോസ്പിറ്റലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. എന്തായാലും ജനങ്ങൾക്ക് വളരെയധികം ഭീതി പരത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുഭാഗത്ത് നിലവിലുള്ളത്. ഫയർഫോഴ്സും അവിടുത്തെ സുരക്ഷാ യൂണിറ്റും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. രോഗികളെ അടിയന്തരമായിട്ട് ഒഴിപ്പിച്ചാലേ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുള്ളൂ. ഇത് നമ്മുടെ അഗ്നിശമന സേന എത്തിയിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തിക്കണമെങ്കിൽ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിലും രോഗികളെയൊക്കെ അടിയന്തരമായിട്ട് പല സ്ഥലങ്ങളിലോട്ടും ഒഴിപ്പിക്കേണ്ടി വരും. നിലവിൽ അവിടെ വേറെ അപകടങ്ങളൊന്നും, വേറെ മനുഷ്യ മുറിവുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ രോഗികൾക്ക് രോഗങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് രോഗികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തല്ല ഈ ബിൽഡിങ്ങിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എപ്പോഴും രോഗികളുള്ള ആ ഭാഗത്തോട്ട് ഈ പുകയും ബാക്കിയുള്ള ഇതുകളുമൊക്കെ വരാനായിട്ടുള്ള സാധ്യത തള്ളിക്കളയാനൊക്കില്ല. അപ്പോൾ ഒരു ബിൽഡിങ്ങിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ഏത് സാധനങ്ങൾ, AC ആയിരുന്നാലും ഫർണിച്ചറുകളായിരുന്നാലും തീ പിടിച്ചാൽ അത് ഭയങ്കരമായ ശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കും. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ശരി, അവർ പരിശ്രമിക്കുന്നുണ്ട്, വളരെയധികം കാര്യമായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. അഗ്നിശമന എല്ലാ സംവിധാനങ്ങളോടുകൂടി അവർ തീയണയ്ക്കാനുള്ള പരിശ്രമത്തിലാണ്. ബുദ്ധിമുട്ടുകൾ പല രീതിയിലും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ ഭാഗത്ത്, ഈ തീപിടുത്തമുണ്ടായ ഭാഗത്ത് രോഗികളൊന്നും ഇല്ല, ജീവനക്കാരൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. പക്ഷേ അത്